നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏഴര ശനിയും അതിൻ്റെ എഫക്ട്സുകളും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചുമാണ്. ഏഴര ശനി എന്നുള്ളത് തന്നെ ആ വാക്കിൽ തന്നെയുണ്ട് എന്താണതെന്ന്. അതായത് ഒരു രാശിയിൽ ശനി കടന്നു പോകാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2.5 വർഷമാണ്. ഉദാഹരണത്തിന് ശനി ഇപ്പം മീനത്തിലേക്ക് കടക്കുന്നു. മീനം വിട്ട് മേടത്തിലേക്ക് പോകണമെങ്കിൽ പൂർണ്ണമായിട്ടും മേടത്തിലേക്ക് ട്രാൻസിറ്റ് ആവാൻ ശനിക്ക് 2.5 വർഷം എടുക്കും. അപ്പം ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ തൊട്ടു പുറകിലത്തെ രാശി, അതായത് 12ാമത്തെ രാശിയിൽ 2.5 വർഷം, ചന്ദ്രൻ നിൽക്കുന്ന രാശി അത് ജന്മരാശിയാണ്, ആ രാശിയിൽ 2.5 വർഷം, ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ തൊട്ടടുത്ത രാശി, മുന്നോട്ടുള്ള തൊട്ടടുത്ത രാശി, 2ാമത്തെ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിൽക്കുമ്പോൾ 2.5 വർഷം. അങ്ങനെ മൊത്തം 2.5 + 2.5 + 2.5, അങ്ങനെ 7.5 വർഷമാണ് ഏഴര ശനി എന്ന് പറയുന്ന ശനിയുടെ ആ ഒരു ട്രാൻസിറ്റ്. 12 ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 12, ചന്ദ്രൻ നിൽക്കുന്ന രാശി 1, അതേപോലെ 2, ഇങ്ങനെ 7.5 വർഷം 7.5 ശനി എന്ന് പറയും. 7.5 വർഷം ഈ 3 രാശികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് 7.5 ശനി എന്ന് പറയും. ഈ 7.5 ശനിയിൽ കുറേ പോസിറ്റീവ് അനുഭവങ്ങൾ വരുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ പോസിറ്റീവ് ഗുണങ്ങൾ പറയാം. 7.5 ശനി എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങ് നല്ല പേടിയാണ് പലർക്കും. അപ്പം അങ്ങനെയല്ല, 7.5 ശനി എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ പോസിറ്റീവ് ഗുണാനുഭവങ്ങൾ വരുന്നുണ്ട്. ശനി ഒരു രാശിചക്രം കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു ശനി വട്ടം എന്ന് പറയുന്നത് 30 വർഷമാണ്. ഈ 30 വർഷത്തിനിടയിൽ ആദ്യത്തെ 7.5 ശനി വരുന്നത് ചെറുപ്പകാലത്തും, 2ാമത്തെ 7.5 ശനി വരുന്നത് മധ്യഭാഗത്തിലും, 3ാമത്തെ 7.5 ശനി വരുന്നത് വാർദ്ധക്യത്തിലുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരാളുടെ ജാതകത്തിലെ ആദ്യത്തെ 7.5 ശനി കാലഘട്ടത്തിലെ നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കണം. ആ ഒരു കാലഘട്ടത്തിൽ ഒരാളുടെ ക്യാരക്ടർ ബേസ് ചെയ്യുന്നയാളുടെ കുട്ടിക്കാലത്ത് അനുഭവിക്കുന്ന സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെ ആകത്തുകയായിട്ട്, നല്ല കാര്യങ്ങൾ കുട്ടിക്കാലത്ത് അയാളുടെ സംസ്കാരം നല്ല രീതിയിൽ കിട്ടിയാൽ അയാൾക്ക് നല്ല അനുഭവങ്ങളും, അതുപോലെ മോശം കാര്യങ്ങളാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ മോശം അനുഭവങ്ങളും വരും. ഇപ്പം പല ആൾക്കാരുടെയും നാർസിസ്റ്റിക് ക്യാരക്ടറുകളെ കുറിച്ചൊക്കെ പഠിക്കുന്നൊരു കാലഘട്ടം. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ വല്ലാണ്ട് ചർച്ച ചെയ്യുന്ന, പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ കുറിച്ച് വല്ലാണ്ട് ചർച്ച ചെയ്യുന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അതനുഭവിക്കുന്ന നാർസിസ്റ്റിക് ഇൻലോസ്, നാർസിസ്റ്റിക് മദർ, ഫാദർ, അല്ലെങ്കിൽ നാർസിസ്റ്റിക് പാർട്ട്ണർ, ഇവരുടെയൊക്കെ വിക്റ്റിമായവരുടെ കാര്യം പറയുമ്പം ഒരാൾ എങ്ങനെ നാർസിസ്റ്റിക് മൈൻഡ് സെറ്റിലേക്ക് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള സൈക്കോളജിക്കൽ പഠനം നടക്കുമ്പം അയാളുടെ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള ട്രോമകളുടെ, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പലതരത്തിലുള്ള എക്സ്പീരിയൻസുകളുടെ ആകത്തുകയായിട്ടാണ് അയാളൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നത് എന്ന് പറയുന്നത്. അപ്പം അതവരങ്ങനെ പറയട്ടെ, അവരതിനെ പറ്റി പഠിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതെല്ലാം കർമ്മഫലത്തെ ബേസ് ചെയ്തിട്ടാണ് കാണുന്നത്. അയാൾ ജനിച്ച ശേഷമുള്ള സാഹചര്യത്തിൽ നിന്നുമാണ് ഇതെല്ലാം കിട്ടുന്നത് എന്നുള്ളത് ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ അതൊരു 30% നമ്മൾ എടുക്കുമ്പോൾ ബാക്കിയുള്ള 70%ഉം നമ്മളുടെ വിധി നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നു. നമ്മുടെ വിധി, നമ്മുടെ കർമ്മഫലം നമ്മളുടെ സാഹചര്യത്തെ ഉണ്ടാക്കുന്നു. നമ്മൾ ആ സാഹചര്യത്തിൽ എത്തിപ്പെടുന്നു. നമ്മൾ ഇന്നിടത്ത് ജനിക്കുന്നു, ഇന്ന സ്ഥലത്ത് ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് ജനിക്കുന്നു, അതിനൊരു സാഹചര്യം ഉണ്ടാകുന്നു. ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഇന്ന സമയത്ത് ഇന്ന കർമ്മഫലങ്ങളിലൂടെ കടന്നു പോകുമ്പം അതിനെ കൃത്യമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർമിക് ഡെപ്റ്റിൽ നിന്ന് നമ്മൾ പുറത്തിയായിട്ട് നമ്മൾ വേറൊരു ലെവലിലേക്ക് പോകുന്നു. ഇല്ലെങ്കിൽ ആ ഡെപ്റ്റ് അനുഭവിച്ച് വീണ്ടും സ്ഥലവും ആളും മാറും. പുതിയ സ്ഥലത്ത് ഈ കർമ്മം കൊണ്ട് നമ്മൾ ആ ഭാണ്ഡവും കൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ജ്യോതിഷ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം. കാലവും കർമ്മവും തമ്മിലുള്ള ഒരു കണക്ഷനാണ് എക്സ്പീരിയൻസിൻ്റെ ബേസ്. അപ്പം അതങ്ങനെയാണ്. അതിൻ്റെ വാക്യപത്രമായിട്ടാണ് നമ്മൾ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളും പുറമേ കിട്ടുന്ന അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ആയി എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് എന്തു തന്നെയായാലും ഒരാളുടെ കുട്ടിക്കാലത്ത് 7.5 ശനി കടന്നു പോകുന്ന സമയത്ത് ആ വ്യക്തിക്ക്, അയാൾക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവാം. ഇപ്പോൾ കുട്ടിക്കാലത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് കുറച്ച് വലുതാകുമ്പോൾ അവർക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും. എല്ലാവരുടെയും മുന്നിൽ ആളാവാനുള്ളൊരു ടെൻഡൻസി കൂടും. പൈസയോടൊരു കുറച്ചൊരു
കരുതൽ കുറച്ച് കൂടുതലുണ്ടാവുമായിരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതിൽ ആ കുട്ടിക്കാലം അവരെ ഒരുപാട് സ്വാധീനിക്കും. അപ്പം 7 ശനി നടക്കുന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പോവർട്ടി അനുഭവിക്കാം, നിങ്ങളുടെ പേരൻസിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെന്ന് വരാം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, വാക്കുകൾ, വളരെ രൂക്ഷമായിട്ടുള്ള വാക്കുകൾ, മോശമായിട്ടുള്ള വാക്കുകൾ, നമ്മളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകളൊക്കെ കേട്ട് വളരേണ്ട ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം ആ 7 ശനി കാലഘട്ടത്തിൻ്റെ ഫസ്റ്റ് 7 ശനി. അല്ലെങ്കിൽ പഠിക്കാൻ മടി, ആ സമയത്ത് പഠിക്കേണ്ട സമയത്ത് നമ്മൾ മറ്റു പല കാര്യങ്ങളുമായിട്ട് പോയി ശ്രദ്ധയില്ലാതെ പോകുക. നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് മുതൽക്കൂട്ടാകേണ്ട ഒരുപാട് സാഹചര്യങ്ങളെ ആ കർമ്മഫലം വിധി ബുദ്ധിയെ നിയന്ത്രിച്ചതിനനുസരിച്ച് അങ്ങ് പോയി. നമ്മൾ അതിൽ നിന്ന് കരകയറാൻ ഒരിക്കലും ശ്രമിക്കാതെ, അത് പറഞ്ഞു തരാനും ആളില്ലായിരുന്നു, നമ്മൾ കരകയറാൻ ശ്രമിച്ചുമില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു കാര്യം നമ്മുടെ ഫസ്റ്റ് 7 ശനിയിലൂടെ ആയിരിക്കും. ആ സമയത്തായിരിക്കും ഇതൊക്കെ കൂടുതലായിട്ടും നടക്കുന്നത്. സെക്കൻഡ് 7 ശനി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു മധ്യഭാഗത്തായിരിക്കും, ജീവിതത്തിൻ്റെ മധ്യഭാഗത്ത് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരാളുടെ ജീവിതത്തിൻ്റെ മധ്യഭാഗത്ത് ഭൂരിപക്ഷം വരുന്ന മനുഷ്യ സമൂഹത്തിൻ്റെയും ജീവിതത്തിൻ്റെ മധ്യസമയത്ത്, പകുതി സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ആവശ്യം എന്തായിരിക്കും? നമ്മുടെ ലൈഫ് ക്വാളിറ്റി ആയിരിക്കും, അല്ലേ? ലൈഫ് ക്വാളിറ്റി, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും കിടപ്പ് വശം. അപ്പം ലൈഫിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു മീഡിയോക്കർ ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ഒരു ഹയർ ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് അലഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സക്സസ് ആയിട്ടുണ്ടാവും. ഞാൻ കുറേ പോസിറ്റീവ് കാര്യങ്ങൾ പറയാം. നല്ല 7 ശനി സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ലോങ് ടേം ആയിട്ടുള്ള ഗോളുകളും ലോങ് ടേം ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. മിക്കവാറും ഈ സെക്കൻഡ് റൗണ്ട് 7 ശനി സമയത്ത് തുടങ്ങി വെക്കുന്ന പല കാര്യങ്ങളുമായിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പലതിനെയും പല കാര്യങ്ങളെയും വ്യക്തി എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളെയും സ്വാധീനിച്ചു. ലോങ് ടൈം റിലേഷൻഷിപ്പ്, ലോങ് ടൈം ഗോളുകൾ, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ, നിങ്ങൾ കഷ്ടപ്പെട്ടതും ഇൻവെസ്റ്റ് ചെയ്തതും ഒക്കെ ആ സമയത്തായിരിക്കാം. പക്ഷേ ഫിനാൻഷ്യലി ഒക്കെ സക്സസ് ആയാലും പല കാര്യങ്ങളും നടന്നാലും ഒരു എലോൺ ആയിട്ടിരിക്കുന്നൊരവസ്ഥ, ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നതായിട്ടും തോന്നും. സെക്കൻഡ് റൗണ്ട് 7 ശനിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കായി പോകുന്നു എന്നുള്ളൊരു ഫീല് എല്ലാം ഉണ്ടായിട്ടും ഒരു ഒറ്റപ്പെടൽ. ശരിക്കും പറഞ്ഞ ഒരു ലൈഫ് പറയത്തില്ല, ഒരു മെച്യൂരിറ്റിയിലേക്ക് തിരിയുന്ന ഒരു സമയമാണ് ആക്ച്വലി ഈ രണ്ടാമത്തെ 7 ശനി എന്ന് പറയുന്നത്. ഒരാളുടെ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി അയാൾ വളരെ സീരിയസ് ആയിട്ട് ലൈഫിനെ കാണുകയും അവരുടെ എയിമിലേക്കും ഗോളിലേക്കും ആയിട്ടുള്ള ലൈഫ് പർപ്പസിലേക്കും വളരെ കൃത്യമായിട്ട് തിരിയണം. ഇതുവരെയൊക്കെ എങ്ങനെ ആയിരുന്നു, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ടും, കൂടുതൽ ആളുകൾ സ്പിരിച്വൽ ആവുന്നത്, കൂടുതൽ ആൾക്കാർ ഈ ആർഗ്യുമെൻറ്റിൽ നിന്നൊക്കെ മാറി വളരെ സ്ട്രോങ് ആയിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നത്, ഫാൻറ്റസികളിൽ നിന്നൊക്കെ മാറി റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരുന്നതൊക്കെ ഒരു രണ്ടാമത്തെ ഒരു 7 ശനി കാലഘട്ടത്തിലായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ 7 ശനി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടെറിഫിക് ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർദ്ധക്യം എന്ന് പറയുന്നതാണ്. വാർദ്ധക്യത്തിലെ നിസ്സഹായത. അപ്പം നമുക്ക് ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ്, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നമുക്കിപ്പം നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് വാഷ്റൂമിൽ പോവാം, നമുക്ക് കുളിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കല്ലേ, നമുക്ക് എടുത്ത് കഴിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ആഗ്രഹമുണ്ടായിട്ടും മനസ്സിൻ്റെ താളത്തിനനുസരിച്ച് ശരീരം വരാത്ത ഒരവസ്ഥയുണ്ട്. അത് നമ്മളെല്ലാം അതിലേക്ക്, നമ്മളിപ്പോൾ ദീർഘായുസ്, മൂന്നാമത്തെ ശനി വരിക എന്ന് പറയുന്നത്, മൂന്നാമത്തെ 7 ശനി വരിക എന്ന് പറഞ്ഞാൽ ദീർഘായുസുള്ളവർക്കാണ് വരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആയുസിൻ്റെ ഒരു രീതി വെച്ച് അല്ല, എന്നാലും നമുക്ക് വിശ്വസിക്കാം. പക്ഷെ നമ്മളെല്ലാം അങ്ങോട്ടാണ് പോകുന്നത്. ഒരു മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട് നമുക്ക്, ഒരു നിസ്സഹായതയുടെ വെച്ച്. ആ സമയത്ത് നമ്മൾ കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്യും. കുഞ്ഞായി മാറും എന്നൊക്കെ പറയില്ലേ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആയി മാറും എന്നുള്ളൊരവസ്ഥ. അപ്പോൾ ഒരു സ്ട്രോങ് ഫീലിംഗ് ഉണ്ടാവും, നമ്മൾ എന്താവും ഏതാവും എന്നുള്ളത്. പിന്നെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ മരിക്കും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ പിയർ ഗ്രൂപ്പുകളൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ ജീവിതം കഴിഞ്ഞ് ഭൂമിയിൽ നിന്ന് പോകുന്ന ഒരു കാലമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിൽ ഭയം വരും, ഒരു നിസ്സഹായത വരും, എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരും, ഒരൊറ്റപ്പെടൽ വരും. ഈ സമയം ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ തിരിച്ച് ചിന്തിക്കുന്നൊരു കാലവുമായിരിക്കും. അപ്പം ആ സമയത്ത് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ജീവിതം നന്നായി
ആസ്വദിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കും. ഈ സമയത്ത് വളരെ ഹാപ്പി ആയിട്ടൊക്കെ ഞാൻ സന്തോഷവാനാണ്, വയ്യാതായി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, ഭഗവാൻ അനുഗ്രഹിച്ച് എന്നെ നോക്കാൻ ആളുണ്ടല്ലോ, അല്ലെങ്കിൽ ചുറ്റുപാട് ആളുണ്ടല്ലോ, നാളെ ഇപ്പം മരണം വന്നാലും സ്വസ്ഥമായിട്ടിരിക്കുന്നു, ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തു എന്നുള്ളൊരു തോന്നൽ ആ ഒരു കോൺട്രിബ്യൂട്ടർ ആയിട്ടുണ്ടെങ്കിൽ, അത് ഏത് തരത്തിലും, ഒരു വീട് നോക്കുന്ന ആളാണെങ്കിൽ പോലും, ഒരു ഹോം മേക്കർ ആണെങ്കിൽ പോലും, ആ ഏരിയയിൽ കുട്ടികളൊക്കെ രക്ഷപ്പെട്ടു, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെല്ലാവരും എന്നെക്കൊണ്ട് കഴിയാവുന്ന എല്ലാം ചെയ്തു, എൻ്റെ ഈ ദൗത്യം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു, എൻ്റെ ജീവിതം ഞാൻ നന്നായി ഉപയോഗിച്ചു എന്ന് തോന്നുന്നവർ മാത്രമേ ആ സമയത്ത് സന്തോഷമായിട്ടിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കടന്നു വന്ന വഴികളെയെല്ലാം നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കാലമാണ് ഇത്. മൂന്നാമത്തെ 7.5 ശനി വരുന്നൊരു കാലഘട്ടത്തിലാണ് വരുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് 7.5 ശനിയുടെ ഒരു ബേസിക് ആയിട്ട് ഏതൊക്കെ സമയത്ത് വരും എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് പോസിറ്റീവ് എഫക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കാം. ഒന്നാമത്തേത്, ഈ ഒരു 7.5 ശനി കാലഘട്ടത്തിൽ ഒരു സെൽഫ് ഡിസ്കവറി ഉണ്ടാകും. നമ്മളെക്കുറിച്ച് തന്നെ ഒരു തിരിച്ചറിവ്, നമുക്ക് മനസ്സിലാവുന്ന കുറേ അനുഭവങ്ങളിലൂടെയും കുറച്ച് കാര്യങ്ങളിലൂടെയും കടന്നുപോയി നമുക്ക് നമ്മളെ മനസ്സിലാവുന്ന ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടും. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് പറയാൻ ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവും. അതിനെ തന്ത്രശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിപാതം പതിക്കുക എന്ന് പറയും. ശക്തിപാതം സംഭവിക്കുക എന്ന് പറയാം. ഒരു അവേക്കനിങ്, ഒരു ഉണർച്ച ഉണ്ടാവും. അത് ഓരോരുത്തരുടെ കർമ്മഫലത്തിനനുസരിച്ച്, ഓരോരുത്തരുടെ റേഞ്ച് അനുസരിച്ചാണ്. അത് ശക്തിപാതം പതിക്കുന്നതിനെക്കുറിച്ചൊരു വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ തന്ത്ര എന്ന് പറയുന്ന നമ്മുടെ ഇതിൻ്റെ ഒരു സീരീസിൽ വരുന്നുണ്ട്. ഈ അസ്ട്രോളജി കൂടാതെ തന്ത്രയുടെ വീഡിയോസ് വരുന്നുണ്ട്. അതിനകത്ത് ദീക്ഷയെക്കുറിച്ചൊക്കെ പറയുമ്പം ഞാൻ അവിടെ അത് പറയാം. ഇവിടവുമായിട്ട് അധികം ബന്ധമില്ല. എന്നാൽ പോലും സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത്, അവേക്കനിങ് സംഭവിക്കുന്ന ശക്തിപാതം പതിക്കുക എന്ന് പറയും. അപ്പോൾ അത് തന്ത്രശാസ്ത്രത്തിൽ അപ്പോൾ അത് സംഭവിക്കും. ഈ 7.5 ശനി കാലഘട്ടത്തിലാണ് മിക്കപ്പോഴും ആൾക്കാർക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലോങ് ടേം ആയിട്ടുള്ള ഗോളുകൾക്കും, അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക്, ജോലിയിലായാലും എന്തിനായാലും, അതേപോലെ ഒരുപാട് പേരെ സഹായിക്കാനും, ദാനം, പ്രത്യേകിച്ച് കഷ്ടപ്പെടുന്നവരെ, വയ്യാത്തവരെ, പ്രായമുള്ളവരെ, അതുപോലെ തന്നെ ഈ കന്നുകാലികളൊക്കെ ആക്സിഡൻ്റ് ആയൊക്കെ കിടക്കുന്ന ഈ പട്ടികളെ ഇതിനെയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനൊരു സ്ഥലം കൊടുത്ത് അതിനെ നോക്കുന്ന ഒരു ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റ്, അതായത് ഈ വീണ്ടും പ്ലാന്റ്സൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതും, അതുപോലെ തന്നെ നേച്ചറിനെ നോക്കുന്നതും, വീട്ടിലാണെങ്കിൽ ചെറിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഗാർഡൻസൊക്കെ നോക്കുന്നതും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും, ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതും, സ്വന്തമായി പ്രകൃതിയിലേക്ക് ഇറങ്ങി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുകയും അതിനു വേണ്ടി അധ്വാനിക്കുകയും അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യും. അതായത് നമ്മൾ വിയർത്ത്, നമ്മൾ കഷ്ടപ്പെട്ടിട്ട്, അത് നമുക്ക് വേണ്ടിയല്ലാതെ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്ന ഒരു സമയവും കൂടിയാണ്. അതൊക്കെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആൾക്കാർ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലും, അതുപോലെ തന്നെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലും ഒക്കെ പെടും. പ്രത്യേകിച്ച് ഇതൊക്കെ വരണമെങ്കിൽ ബേസിക്കലി ധർമ്മബോധം ഉണ്ടാവണം. ഇതൊക്കെ ഒരു ബേസിക് ക്വാളിറ്റിയുടെയും കൂടെ ഭാഗമാണ് കേട്ടോ. ഒരാൾ മോറലാവുക. ഇപ്പോൾ എന്നെ ഒരാൾ വേദനിപ്പിക്കുമ്പോൾ ഞാൻ ഇതുപോലെയാണോ വേദനിക്കുന്നത്, അതുപോലെ ആയിരിക്കുമല്ലോ ഞാൻ ഒരാളെ വേദനിപ്പിച്ചാൽ അയാൾ വേദനിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് ഹ്യൂമാനിറ്റിയാണ്. അതൊരു ഹ്യൂമൻ ക്വാളിറ്റിയാണ്. അതൊരു നന്മയുടെ ഭാഗം. അത് നല്ല മനുഷ്യർക്കേ വരത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ. നമ്മളീ കൂടുതലും സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയെല്ലാം ഒക്കെ എല്ലാം കാര്യം നടക്കാൻ വേണ്ടിയിട്ടും എല്ലാം അവനവൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് കാണുന്ന ഇതായതുകൊണ്ട് ഗാഡ്ജറ്റ്സിനുള്ളിൽ മാത്രം ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവാത്ത. പക്ഷെ നമ്മൾ ഇറങ്ങി സഞ്ചരിച്ചാൽ ഈ ലോകത്ത് ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. റിയാലിറ്റിയിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലും ഈ വളഞ്ഞ വഴിക്കൊന്നും പോവാതെ, അങ്ങനെയുള്ളവർക്ക് 7.5 ശനി വരുന്ന കാലഘട്ടത്തിൽ അവർ മീനിങ് ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ കീപ്പ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും അതിനെ ഇത് ചെയ്ത് നോക്കാനും, വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകാനും, അതുപോലെ തന്നെ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ജോലി, അങ്ങനെയുള്ള എന്ത് കാര്യത്തിലും ആ ഒരു സ്ട്രോങ് ആയിട്ട്, വളരെ സീരിയസ് ആയിട്ട്, വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ കമ്മിറ്റഡ് ആയിട്ടൊക്കെ ഇടപെടാനും ഒക്കെ ഉള്ളൊരു ത്വര ഇവർക്കുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചിന്ത ഉണ്ടാവും. അതായത് ഇങ്ങനെയൊന്നും ഇനി ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഈ വളഞ്ഞ വഴികളിലൂടെയൊക്കെ പോയിട്ട് ഞാൻ എന്ത് നേടി എന്നൊക്കെയുള്ളൊരു ചിന്ത വരും എന്നിട്ട്. പക്ഷേ ആ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് അതിനനുസരിച്ച് സസ്റ്റെയിൻ ചെയ്യുന്നവരാണ്
മുന്നോട്ട് പോകുന്നു കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അവരുടെ പഴയ സ്വഭാവത്തിലേക്ക് പോകും. അടുത്തടി കിട്ടുമ്പോൾ വീണ്ടും ഇങ്ങനെയൊക്കെ ചിന്തിക്കും, വീണ്ടും ഒന്ന് നോർമലാവും, വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് പോകും. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ 7 ശനി എന്ന് പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോകുന്ന ഒരു കാലമാണ്. അതേ സമയത്ത് നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടകശനിയിലും അതേപോലെ തന്നെ അഷ്ടമശനിയിലും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ആണ് ഒന്ന്. രണ്ടാമത്തേത് ഹെൽത്ത് ഇഷ്യൂസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. ഈ ജന്മശനി എന്ന് പറയുന്നത് തന്നെ കണ്ടകശനിയും 7 ശനിയും കൂടി ഒരുമിച്ച് ചേരുന്നതാണല്ലോ ജന്മശനി. ജന്മശനി എന്ന് പറയുന്നത് തന്നെ ഒറ്റപ്പെടലാണ്, ഒരു വിരക്തി പോലെ ഫീൽ ചെയ്യും. എല്ലാം എനിക്കെതിരാണല്ലോ, പ്രപഞ്ചം മൊത്തം എനിക്കെതിരാണല്ലോ, ചുറ്റുപാടുകൾ മൊത്തം എനിക്കെതിരാണല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത വരും. അതുപോലെ തന്നെ ജോബ് ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ്. സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെയൊക്കെ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇല്ല, നമ്മൾ പറയില്ല തൊമ്മൻ മുറുകുമ്പോൾ ചാണ്ടി അഴിയും, ചാണ്ടി മുറുകുമ്പോൾ തൊമ്മൻ അഴിയും എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഒരു സൈഡ് റെഡി ആയിക്കൊണ്ടിരുമ്പോൾ വേറൊരു സൈഡ് പൊളിയും, വേറൊരു സൈഡ് റെഡി ആയിക്കൊണ്ടിരുമ്പോൾ വേറൊരു സൈഡ് പൊളിയും. നമ്മൾ വല്ലാണ്ടില്ലൊരു റോളർ കോസ്റ്ററിനകത്ത് പെട്ടുപോകുന്ന പോലെ അങ്ങ് പെട്ടുപോകും. ഇപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കത്തില്ലല്ലോ ജീവിതം എന്ന് പറയുന്നത്. അപ്പം പക്ഷെ ഇവിടെ നമ്മൾ പരമാവധി പെർഫെക്റ്റ് ആക്കി കൊണ്ടുപോകാനും നമ്മളെ സാഹചര്യങ്ങളെ ഒരു കംഫോർട്ടാക്കി കൊണ്ടുപോകാനും ഒക്കെ നമ്മൾ നോക്കും. പക്ഷേ ഇവിടെ പൊളിയും. അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ പ്രതീക്ഷകൾക്ക്, നമ്മുടെ ചിന്തയ്ക്ക് മുകളിലേക്ക് ഇത് പോവുകയും ചെയ്യും. അപ്പോഴാണ് നമ്മൾ കുറേ പെട്ടുപോകുന്നത്. ഇതൊക്കെയാണ് 7 ശനിയുടെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. പൊതുവേ 7 ശനിക്ക് പൊതുവേ കണ്ടിട്ടുള്ളത് ഇൻസൾട്ട്. 12-ലെ 7 ശനിയിലെ ആദ്യത്തേതിന് ഗ്രോത്തും അതുപോലെ തന്നെ നഷ്ടവും അതുപോലെ അലച്ചിലും ആണ്. ജന്മശനിക്ക് ഒറ്റപ്പെടലും, 2-ലെ ശനിക്ക് നഷ്ടങ്ങളുമാണ്. സാമ്പത്തികം നമുക്ക് കിട്ടാനുള്ളത് കിട്ടാത്തതും ഒക്കെയാണ്. സാമ്പത്തിക വിഷയങ്ങളിലുള്ള തടസ്സങ്ങളും ഒക്കെയാണ്. അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ വീഡിയോയിൽ, ശനിയുടെ സീരീസിലെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ 12-ലൂടെ കടന്നു പോകുമ്പോൾ ആ രാശിയിൽ ശനിക്ക് എത്ര അക്ഷം വീണിട്ടുണ്ടെന്ന് നോക്കണം. അപ്പം 5-ലൊക്കെ കൂടുതലാണെങ്കിൽ 7 ശനിയുടെ ആദ്യത്തെ 2 വർഷം നിങ്ങൾ അറിയത്തേയില്ല. അതേ സമയത്ത് ജന്മശനി വരുമ്പോഴത്തെ അക്ഷം 3-ലൊക്കെ താഴെയാണ്, 2, 1 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജന്മശനി ഭയങ്കര കടുപ്പമായിരിക്കും. അതേസമയത്ത് 2-ലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് ശനിയുടെ അക്ഷം അവിടെ അഷ്ടവർഗത്തിൻ്റെ അക്ഷം വീണിരിക്കുന്ന 6-ൽ കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-ലെ ശനി അറിയത്തില്ല. അപ്പോൾ ഈ 7 ശനി ഫുള്ള് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ 7.5 വർഷവും ഇതങ്ങനെ വരുത്തൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്? ഈ 7.5 വർഷവും അങ്ങനെ അനുഭവത്തിലേക്ക് വരുത്തൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു 7.5 വർഷം മുഴുവനായി അതൊന്നും അങ്ങനെ വരില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി പരിഹാരം. അതേപോലെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ കണ്ടകശനിയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ വേദം വന്നാൽ, മറ്റ് ഗ്രഹങ്ങൾ വന്ന് ശനിയെ വേദിക്കുമ്പോൾ 7 ശനിയുടെ എഫക്റ്റ് വരത്തില്ല. അപ്പം അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഈ 7.5 വർഷവും ഒരുപോലെ അങ്ങ് ദുരിതമായിരിക്കും എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഒരുപാട് നല്ല കാര്യങ്ങളും ഈ 7 ശനി കാലഘട്ടത്തിൽ നടക്കും. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള അടുത്തൊരു 30 വർഷം, അടുത്തൊരു 25 വർഷം മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഒരുപാട് ബേസ് കാര്യങ്ങൾ, നിങ്ങളാക്കി മാറ്റുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആകെത്തുക എടുത്ത് നോക്കുമ്പോൾ ഈ 7.5 വർഷ കാലഘട്ടത്തിൽ നിങ്ങളാക്കിയ അറിഞ്ഞോ അറിയാതെയായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു 7.5 വർഷക്കാലം നിങ്ങൾക്ക് ഒന്ന് ഒബ്സർവ് ചെയ്താൽ എടുത്തു പറയാനുള്ളത് ഉണ്ടാവും എന്നുള്ളതും ഉറപ്പാണ്. അപ്പം പരിഹാരം എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ശനിയുടെ പരിഹാരങ്ങളെല്ലാം 7 ശനിക്കുള്ള പരിഹാരമാണ്. അതേപോലെ ശാസ്താവ് 41 ദിവസം വ്രതമെടുത്ത് ഈ 7.5 വർഷക്കാലവും ശബരിമലയിൽ പോയി തൊഴുക എന്നുള്ളതും ഇതിനൊരു വലിയ പരിഹാരമാണ്. 41 ദിവസം വ്രതമെടുത്ത് ശബരിമലയിൽ പോയി തൊഴുക എന്നുള്ളത്. വേണമെങ്കിൽ എല്ലാ മാസവും വ്രതമെടുത്ത് കെട്ടെടുത്ത് പോയി തൊഴാം. എല്ലാ മാസവും ശബരിമല തുറക്കുമല്ലോ, കാരണം യോഗശാസ്ത്രമാണ്. അല്ല, അറ്റ്ലീസ്റ്റ് ഈ 7.5 വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും 41 ദിവസം വ്രതമെടുത്ത് ശാസ്താവിനെ പോയി തൊഴുതാൽ വലിയൊരു പരിഹാരം. അത് ഇപ്പം സ്ത്രീകൾക്ക് ആ ഒരു പ്രായത്തിനുള്ളിലുള്ളവർക്കല്ലേ പറ്റും, സ്ത്രീകൾക്ക്, കുഞ്ഞുങ്ങൾക്ക് പറ്റും, 50 വയസ്സിന് മുകളിലോട്ടുള്ള ഇടയ്ക്ക് ഉള്ളവർക്ക് പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഹനുമാൻ ചാലിസ ജപിക്കാം, ഹനുമാനെ ആശ്രയിക്കാം, ശാസ്താവിൻ്റെ അഷ്ടോത്തരം ജപിക്കാം, ശാസ്താവിനെ ആശ്രയിക്കാം. ശനിയാഴ്ച ദിവസം രാവിലെ ശിവക്ഷേത്രത്തിൽ പോയി ധാരയും ഭഗവാനും മൃത്യുഞ്ജയോ ഹോമമോ പുഷ്പാഞ്ജലിയോ കഴിക്കാം. ശനിയാഴ്ച ദിവസം ശാസ്താവിൻ്റെ അവിടെ പോയി ശനിയുടെ കാലഹോരെ തന്നെ, രാവിലെ ഉദിച്ചു വരുന്ന ശനിയുടെ കാലഹോരെ തന്നെ ശാസ്താവിനുള്ള പരിഹാരങ്ങളും
ചെയ്യാം. നിങ്ങളുടെ കഴിവ് പോലെ നീലപ്പട്ടുടയാടെ നീലപുഷ്പത്തിൻ്റെ മാല, ഇപ്പം നീല ശംഖുപുഷ്പത്തിൻ്റെയൊക്കെ മാലയുണ്ട്, ശംഖുപുഷ്പത്തിൻ്റെ മാലയും അതേപോലെ തന്നെ ഈ പറഞ്ഞ എള്ളുപായസവും ഒക്കെ ശനിയുടെ കാലകത്തിലുള്ള വിഷയങ്ങളൊക്കെ ഭഗവാനെ സമർപ്പിക്കാം. അതേപോലെ സാധാരണക്കാർക്ക്, ഈ പ്രായമുള്ളവർക്ക്, അതേപോലെ അവർക്ക് വേണ്ട വസ്ത്രങ്ങളും, അതേപോലെ വയ്യാതെ കിടക്കുന്നവർക്ക് എണ്ണയും മറ്റു കാര്യങ്ങളുമൊക്കെ ദാനം ചെയ്യാം. അതേപോലെ ഈ ഭിക്ഷക്കാർ, ശരിക്കുള്ള ജെനുവിനായിട്ടുള്ള അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളും അവർക്ക് വേണ്ട വസ്ത്രങ്ങളും അന്നത്തിനുള്ള വകുപ്പ് ചെയ്യാം. ദാനമായാലും അർഹിക്കുന്നവർക്കാണ് കൊടുക്കേണ്ടത്. അങ്ങനെ അർഹിക്കുന്നവർക്ക് ആ ദാനധർമ്മങ്ങളൊക്കെ ചെയ്താൽ അതിൻ്റെ ഫലവും വരികയും ചെയ്യും. അങ്ങനെ ഒരുപാട് പരിഹാരങ്ങളുണ്ട്. പിന്നെ ദക്ഷിണാമൂർത്തി പ്രീതി വരുത്താം, ഭദ്രകാളി പ്രീതി വരുത്താം. ശനിയുടെ ശാക്തേയ പരിഹാരമാണ് കാളി. അതുപോലെ ദത്താത്രേയനെ ആശ്രയിക്കാം, വൈഷ്ണവ പരിഹാരമാണത്. അങ്ങനെ ഒരുപാട് പരിഹാരങ്ങളുണ്ട്. ശനിയുടെ പരിഹാര വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിനുള്ള പരിഹാരമാണ്. അത് കഴിവ് പോലെ ചെയ്യുക. ഇതൊക്കെ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അസ്ട്രോളജറെ കണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് പഠിച്ചിട്ട്, ഇതെല്ലാം വെച്ചൊന്ന് പഠിച്ചിട്ട് നിങ്ങളുടെ ദശയും അപഹാരവും എല്ലാം കൂടെ നോക്കി നിങ്ങളുടെ ജാതകത്തിൽ ഏതൊക്കെ ഭാവങ്ങളാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ളൊരു പരിഹാരവും കൂടെ എഴുതി വാങ്ങിച്ച് അങ്ങ് ചെയ്തോളുക. അതിനോടൊപ്പം പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. ഈ 7.5 വർഷക്കാലം എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവിൻ്റെ കാലമാണ്. ഈ ലൈഫ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ലൈഫിൻ്റെ ഒരു ട്രാൻസിഷൻ പോയിൻ്റാണ്. അപ്പോൾ അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യട്ടെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വിഷയവുമായിട്ട് കാണാം. നമസ്കാരം.